ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറിലെ സെക്കൻഡ് സെമസ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു പ്രോബിലിറ്റി എന്ന പേപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 4 പാർട്ടുകൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, റെക്കോർഡഡ് ക്ലാസ്. 5ാമത്തെ പാർട്ടിലേക്ക് പോവാം. 5ാമത്തെ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് കോറിലേഷനിലെ സെക്കൻഡ് മെത്തേഡായിട്ടുള്ള ആൾജിബ്രിക് ഓർ മാത്തമാറ്റിക്കൽ മെത്തേഡിനെ കുറിച്ചാണ്. ആൾജിബ്രിക് ഓർ മാത്തമാറ്റിക്കൽ മെത്തേഡ്സിലേക്ക് പോവാം. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മാത്തമാറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ വെച്ചിട്ടുള്ളതാണ്. ആൾജിബ്രിക്, അതായത് ഇക്വേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സാണ് ആൾജിബ്രിക് മെത്തേഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്പ് മെത്തേഡുകളെ കുറിച്ചാണ്. അതിലൊന്ന് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ, 2 സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ്, 3 കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. അതിൽ 1ാമത്തെ മെത്തേഡിലേക്ക് പോവാം, കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ മെത്തേഡ്. കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡാണെന്ന് നമുക്ക് പറയാം. ഇതിൽ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കാൾ പിയേഴ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി 1896 പ്രൊഫസർ കാൾ പിയേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ആ മെത്തേഡിന് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ എന്ന പേര് വന്നിട്ടുണ്ട്. ഈ മെത്തേഡിനെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ, അങ്ങനെയും ക്വസ്റ്റ്യൻ കാണാറുണ്ട്. സോ ശ്രദ്ധിക്കണം, പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ മെത്തേഡ് എന്നും ഇതിനെ പറയാറുണ്ട്. R എന്ന ലെറ്റർ കൊണ്ടാണ്, സ്മോൾ ലെറ്റർ R എന്ന ലെറ്റർ കൊണ്ടാണ് ഈ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ മെത്തേഡിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് ബിറ്റ്വീൻ +1 -1 ഇടയിലായിരിക്കും. ബിറ്റ്വീൻ +1 ആൻഡ് -1 ആണ് R എന്ന വാല്യൂ ഡിനോട്ട് ചെയ്ത് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കുക. കാൾ പിയേഴ്സൺ എന്ന വ്യക്തിയാണ്. അതുപോലെ അതിന് ഒരു അറിയപ്പെടുന്ന വേറെ പേരാണ് പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്നുള്ളത്. അതുപോലെ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ 6 ആണ്. അതിൻ്റെ വാല്യൂസും നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്കതിൻ്റെ ഇക്വേഷൻസിലേക്ക് പോവാം. ഇക്വേഷൻ വ്യക്തമായി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. R = n sigma xy minus sigma x sigma y divided by root of n sigma x square minus sigma x whole square into n sigma y square minus sigma y whole square എന്നാണ്. ഇക്വേഷൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ഇതിൽ എടുക്കേണ്ട ടാസ്ക് എന്ന് പറയുന്നത്. ഇക്വേഷൻ പഠിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ആ പ്രോബ്ലം അവിടെ സെറ്റാവും. അതായത് ഓർക്കേണ്ട കാര്യം, ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എന്ന രൂപത്തിലാണ് നമ്മുടെ ഇക്വേഷൻ കിടക്കുന്നത്. മുകൾ ഭാഗത്ത് n sigma xy മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ. ഓർക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്, 2 ഡാറ്റാസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഏത് ഇക്വേഷൻ്റെ, അതായത് ന്യൂമറേറ്ററിൻ്റെ പ്ലേസിലും ഡിനോമിനേറ്ററിൻ്റെ പ്ലേസിലെല്ലാം സ്റ്റാർട്ടിങ്ങിൽ n ഉണ്ടെന്ന് ആദ്യം ഓർക്കുക, മറന്നു പോകരുത്. n ഇടാൻ മറന്നുപോയാൽ പ്രോബ്ലം തെറ്റിപ്പോകും. അപ്പോൾ തുടക്കത്തിൽ n ഉണ്ട് എന്ന് ഓർക്കുക. ആ n എവിടെയെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ ന്യൂമറേറ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിലുണ്ട്, ഡിനോമിനേറ്ററിൻ്റെ 2 വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുകയാണ്. n sigma xy ആദ്യം തന്നെ എല്ലാം ചേർത്ത ഒരു ഇക്വേഷൻ്റെ ഭാഗമാണ് പറയുന്നത്. n എന്ന് പറഞ്ഞ നമ്പറാണ്. സിഗ്മ xy, എക്സും വൈയും മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിൻ്റെ സിഗ്മയാണ് n sigma xy എന്ന് പറയുന്നത്. മൈനസ്, ഇനി സെപ്പറേഷനാണ്, സിഗ്മ എക്സ് അതായത് എക്സിൻ്റെ ടോട്ടൽ ഇൻറ്റു സിഗ്മ വൈ. അപ്പോൾ മുകൾ ഭാഗത്ത് എന്ത് ഓർക്കണം, ആദ്യം എക്സും വൈയും മൾട്ടിപ്പിൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ആകെയുള്ള ടോട്ടൽ മൈനസ് എക്സിൻ്റെ മാത്രം ടോട്ടൽ വൈയുടെ മാത്രം ടോട്ടൽ. സിഗ്മ എന്ന് പറഞ്ഞ ടോട്ടലാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി താഴെ ഡിനോമിനേറ്ററിൻ്റെ ബേസിൽ നോക്കുക. അവിടെ രണ്ട് റൂട്ട് ഓഫ് ഉണ്ട്. ആ 2 റൂട്ട് ഓഫ് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഒന്ന് എക്സുമായി ബന്ധപ്പെട്ടതാണ് റൂട്ടിൻ്റെ അകത്ത് വരുന്നത്, അപ്പുറത്ത് വരുന്നത് വൈയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി എക്സുമായി ബന്ധപ്പെട്ടതിൽ സ്റ്റാർട്ടിങ്ങിൽ n കൊടുക്കണം, വൈയുമായി ബന്ധപ്പെട്ടതിൽ റൂട്ടിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ്ങിൽ n കൊടുക്കണം. ഓക്കെ, അപ്പോൾ മുകളിലും സ്റ്റാർട്ടിങ്ങിൽ n ഉണ്ട്, മൈനസിൻ്റെ മുമ്പുള്ളതിൽ n ഉണ്ട്, താഴെയും മൈനസിൻ്റെ മുമ്പിൽ ഏതൊരു ഇക്വേഷൻ്റെ ഏത് പാർട്ടാണോ മൈനസിലേക്ക് പോകുന്നത് അതിൻ്റെ തുടക്കത്തിൽ n ഉണ്ട് എന്ന് ഓർക്കുക കേട്ടോ. മുകളിൽ n sigma xy എന്ന് പറയുന്നു, താഴെ റൂട്ടിൻ്റെ അകത്ത് എക്സിൻ്റെ ഭാഗത്ത് സ്റ്റാർട്ടിങ്ങിൽ n ഉണ്ട്, വൈയുടെ ഭാഗത്ത് സ്റ്റാർട്ടിങ്ങിൽ n ഉണ്ട്. ഇനി എന്താ പറയണേ, താഴെ root of n sigma x square, അതായത് എക്സിൻ്റെ സ്ക്വയറാണ്, എക്സ് സ്ക്വയറാണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓരോ എക്സിൻ്റെയും സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ സിഗ്മയാണ് സിഗ്മ എക്സ് സ്ക്വയർ. ഓക്കെ, മൈനസ് എന്താ പറഞ്ഞിട്ടുള്ളത്, സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ, ഓരോ എക്സ് സ്ക്വയറും അല്ല, ഓരോ എക്സിൻ്റെയും ടോട്ടൽ കണ്ടിട്ട്
ഒരു ടോട്ടൽ വാല്യൂ കിട്ടുമല്ലോ, അതിൻ്റെ മൊത്തം സ്ക്വയറിനെയാണ് നമ്മൾ സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഓർക്കുക കേട്ടോ. അപ്പോൾ റൂട്ട് ഓഫ് ഇടാൻ മറക്കരുത്. റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു, അവിടെ ഇൻറ്റു ആണ് സെൻറ്ററിൽ വരുന്നത്. അതായത് എക്സിൻ്റെ ഭാഗവും വൈയുടെ ഭാഗവും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇവിടെ ഉള്ളത് ഇൻറ്റു ആണ്. മുകളിലാണെങ്കിൽ n സിഗ്മ എക്സ് വൈ, കാരണം മൈനസ് ആണ് വരുന്നത്. താഴെ മൈനസ് വരുന്നത് റൂട്ടിൻ്റെ അകത്താണ്. റൂട്ടിൻ്റെ അകത്താണ് മൈനസ് വരുന്നത്. രണ്ട് റൂട്ടുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇൻറ്റു ആണ്. അത് എക്സാമിന് എഴുതി പോകുമ്പോഴേ, നിങ്ങൾ എഴുതി പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ ചിഹ്നം ചേർത്ത് ആദ്യം തന്നെ r=2 എന്ന് പറഞ്ഞ് ഡിവൈഡർ ലൈൻ കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ, മുകളിൽ സെൻറ്ററിൽ മൈനസ് കൊടുക്കുക, താഴെ സെൻറ്ററിൽ ഇൻറ്റു കൊടുക്കുക. ഇനി താഴെ ഈ ഭാഗത്ത് റൂട്ടിൻ്റെ അകത്ത് ഒരു മൈനസ് കൊടുക്കുക, ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സിഡിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ റൂട്ടിൻ്റെ അകത്തും മൈനസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇക്വേഷൻ പഠിക്കുക കേട്ടോ. നോക്കിയേ, അപ്പുറത്തേക്ക് പോവാം. എന്താ? ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ, മുകളിലുള്ള വൈയുടെ കേസായി. ആദ്യം എക്സിൻ്റെ കാര്യം പറഞ്ഞു, ഇനി വൈയുടെ കാര്യം പറഞ്ഞു. n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ, n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിൽ പോകുന്നത്. അപ്പോൾ r=n സിഗ്മ എക്സ് വൈ, അതായത് മൊത്തത്തിലുള്ളത് മൈനസ് അതിൽ നിന്ന് സിഗ്മ എക്സും സിഗ്മ വൈയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യാം. താഴെ റൂട്ട് ഓഫ് എക്സിൻ്റെ കേസ് ഇൻറ്റു റൂട്ട് ഓഫ് വൈയുടെ കേസ്. ആ റൂട്ട് ഓഫ് എക്സിൻ്റെ കേസിൽ എന്താ പറയുന്നത്? റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ, അവിടെ n വരുന്നില്ല. ഓക്കെ, ഇൻറ്റു, അതിൻ്റെ രണ്ടിനെയും സെൻട്രൽ നോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു ആണ്. ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പം ഇക്വേഷൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ നല്ല രീതിയിൽ ഇക്വേഷൻ ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക. ശേഷം ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് കോറിലേഷൻ കാൾ പിയേഴ്സൺ R. ഇതിൽ ചിലപ്പം R എന്ന് പ്രത്യേകം പറയും, അല്ലെങ്കിൽ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ എന്ന് പറയും. താഴെ നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മളോട് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. n തന്നിട്ടുണ്ട്, n = 12, സിഗ്മ എക്സ് = 30, സിഗ്മ വൈ = 5. ശ്രദ്ധിക്കണം, സിഗ്മ എക്സ് സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് തന്നെ ഉണ്ട്. അത് അങ്ങനെ തന്നെ എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. നോക്കിയേ, സിഗ്മ എക്സ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയറുകളെല്ലാം കണ്ടിട്ട് അതിൻ്റെ ടോട്ടലാണ്. ഓക്കെ, അത് തന്നിട്ടുണ്ട്. സിഗ്മ വൈ സ്ക്വയർ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് വൈയും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ കാണാനാണ്. നമ്മളിത് ഇക്വേഷൻ ആദ്യം എഴുതി കൊടുക്കുക. സൊല്യൂഷൻ എഴുതിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് അതൊന്ന് ഡിനോട്ട് ചെയ്യാണ്. ശേഷം ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതിയിട്ട് ഇതിൽ നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേണ്ടത് കണ്ടെത്തണം. ഇവിടെ എല്ലാം നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സോ r=n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ. ഓക്കെ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഓക്കെയാണ്. ഇനി അതിലേക്ക് ഓരോന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗത്ത് n-ൻ്റെ സ്പേസിൽ നമ്മൾ n എത്രയാണ് ഉള്ളത് ക്വസ്റ്റ്യനിൽ? 12 ആണ്. അതേപോലെ എഴുതി കൊടുത്തു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? സിഗ്മ എക്സ് വൈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് വൈ എത്രയാണ്? 334, 334 നമുക്ക് തന്നിട്ടുണ്ട്. അത് എഴുതി. മൈനസ് ആണ് ഇനി അവർ കണക്ട് ചെയ്യാനുള്ള ചിഹ്നം പറഞ്ഞിട്ടുള്ളത്. അഗെയിൻ സിഗ്മ എക്സ് സിഗ്മ വൈ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് തന്നിട്ടുണ്ടല്ലോ നമുക്ക്. 30 തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്. അപ്പോൾ 30 × 5. ഓർക്കുക, രണ്ട് ലെറ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു പ്രത്യേകിച്ച് ചിഹ്നമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പാണ് അവർ തമ്മിൽ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്നർത്ഥം കേട്ടോ. ഓക്കെ, എക്സ് വൈ എന്ന് കൊടുത്താൽ x × y ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, താഴെ ഡിവൈഡഡ് ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് റൂട്ട് ഓഫ് ചെയ്യാണ്. രണ്ട് റൂട്ട് ഓഫിൻ്റെ സെൻറ്റർ കണക്ഷൻ കൊടുക്കുന്നത് ഇൻറ്റു ആണ്. റൂട്ടിൻ്റെ അകത്ത് വരുന്നത് മൈനസ് ആണ്. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് n സിഗ്മ എക്സ് സ്ക്വയർ ആണ്. n എത്രയാണ്? 12. സിഗ്മ എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട് നമുക്ക്. ശരിക്കും സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ്? 670. ഓക്കെ, മൈനസ് റൂട്ടിൻ്റെ അകത്താണ് ഇത്രയും പോണത്. സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ, സിഗ്മ എക്സ് സെപ്പറേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 30. ആ 30 ഇട്ടിട്ട് ശേഷം ഹോൾ സ്ക്വയർ കൊടുക്കുക. അറിയാതെ 670 അവിടെ കൊണ്ടിട്ടാൽ അതിന് സ്ക്വയർ വരുമ്പോൾ വലിയ സംഖ്യയും വരും. ഓർക്കുക, എപ്പോഴും സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത് വലുതും സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ള വേണ്ടിയിട്ടുള്ള സിഗ്മ എക്സ് ചെറുതുമായിരിക്കും. ഓക്കെ, സെൻട്രൽ കണക്ഷന് വേണ്ടിയിട്ടുള്ള ഇൻറ്റു കൊടുത്തു. ഇനി അതേപോലെ n സിഗ്മ വൈ സ്ക്വയർ, n 12 ആണ്. വൈ സ്ക്വയർ നേരിട്ട് തന്നിട്ടുണ്ട് 285 മൈനസ് സിഗ്മ വൈ 5 ആണ്. ആ ഹോൾ സ്ക്വയർ കൊടുത്തു.
ഓക്കെ, അത് നമ്മൾ ക്രിയപ്രകാരം ചെയ്തു വന്നാൽ അതാ നോക്കി 4008 മൈനസ് 150 മുകൾ ഭാഗത്ത് വരും. താഴെ റൂട്ടിൻ്റെ അകത്ത് ഉള്ള വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക. രണ്ട് റൂട്ട് വാല്യൂസും ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ലാസ്റ്റ് രണ്ടും കൂടി ചെയ്ത് ഡിവിഷനൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് 0.7838 എന്ന് കിട്ടും. നമ്മളോട് പറഞ്ഞിരുന്നു നമുക്ക് വാല്യൂസൊക്കെ കറക്റ്റ് -1നും +1നും ഇടയിലുള്ളതാണ് കിട്ടുക എന്നുള്ളത്. അങ്ങനെ തന്നെ നമുക്ക് കോറിലേഷൻ്റെ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനെ നേരിട്ട് എല്ലാ ഡാറ്റകളും തന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളതാണ്. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ഇങ്ങനെയല്ല നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ചില സമയത്ത് മാത്രമാണ് ഇതൊരു 6 മാർക്കിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ചില സിറ്റുവേഷനിൽ മാത്രമാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ പോവുക. അല്ലാത്ത പക്ഷം നമുക്ക് ക്വസ്റ്റ്യനിൽ കംപ്ലീറ്റ് ചെയ്ത് എല്ലാ ഡാറ്റകളും കണ്ടുപിടിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയാകുമ്പോഴും നമുക്ക് കറക്റ്റ് ചെയ്യണം. താഴെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് n = 8, സിഗ്മ x = 36, സിഗ്മ y = 38, x² 204, y² 200, സിഗ്മ xy 194 ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡാറ്റാസ് തന്നതിൽ നിന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ എഴുതി കൊടുത്തിട്ട് ആ ഇക്വേഷനിലേക്ക് എല്ലാതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ക്വസ്റ്റ്യൻ ഒട്ടും കൺഫ്യൂഷൻ ഇല്ല. ഇക്വേഷനിൽ എഴുതി കൊടുത്ത് n രണ്ടിടത്തും കറക്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ ഹോൾ സ്ക്വയർ എടുക്കുന്നതും സിഗ്മ x² എടുക്കുന്നതും സിഗ്മ x എടുക്കുന്നതും മാറി പോവാണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആയാൽ നമുക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ആ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എല്ലാതും കറക്റ്റ്. സിഗ്മ xy 194 ആയിരുന്നു, അതെടുത്തു. സിഗ്മ x 36ഉം സിഗ്മ y 38ഉം ആയിരുന്നു. ദെൻ താഴെ n 8 ആയിരുന്നു. സിഗ്മ x² എന്ന് പറയുന്നത് 204 ആണ്, അത് കൊടുത്തു. ദെൻ സിഗ്മ x എന്ന് പറയുന്നത് 36 ആയതുകൊണ്ട് അതിന് ഹോൾ സ്ക്വയർ കൊടുത്തു. ഇൻറ്റു √ഓഫ് വീണ്ടും ഇട്ടു. n പറഞ്ഞിട്ടുള്ളത് മാറിപ്പോയിട്ടുണ്ട്. n നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം തന്നെ ചെയ്യണം. ഇതിൽ n ഇട്ടിട്ട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യണം. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ n ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രകാരം തന്നെ n ഇടാൻ ശ്രമിക്കുക കേട്ടോ. n ഇട്ട് കറക്റ്റ് ആക്കുക. അതിൻ്റെ ആൻസർ ശരിയാണ്, പക്ഷേ ഇതിൽ ഇട്ട n തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ, ശേഷം നമ്മൾ കാൽക്കുലേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ ആൻസറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇക്വേഷൻ പ്രകാരം നേരിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് ആദ്യം ഇപ്പോൾ നോക്കിയിട്ടുള്ള 2 ക്വസ്റ്റ്യന്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ നോക്കുക. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ് എന്ന ഡാറ്റയും വൈ എന്ന ഡാറ്റയും തന്നിട്ടുണ്ട്. എക്സ് ഡാറ്റയിൽ തന്നിട്ടുള്ളത് 1, 2, 3 അങ്ങനെ തൊട്ടിട്ട് നമുക്ക് ഏകദേശം 7 ഡാറ്റാസാണ് തന്നിട്ടുള്ളത്. ഈ 7 ഡാറ്റാസിൽ വൈ ഡാറ്റയും തന്നിട്ടുണ്ട്, എക്സ് ഡാറ്റയും തന്നിട്ടുണ്ട്, വൈ ഡാറ്റയും തന്നിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേഷൻ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ കാണാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ തന്ന ക്വസ്റ്റ്യൻ പ്രകാരം എന്ത് ചെയ്യണം, എന്തൊക്കെ കണ്ടുപിടിക്കണം എന്ന് അറിയണമെങ്കിൽ ആദ്യം ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക. കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷൻ ഇതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ √n സിഗ്മ x² മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു √n സിഗ്മ y² മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ എന്ന്. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കുക. എന്തൊക്കെ വേണം? സിഗ്മ എക്സ് വേണം, സിഗ്മ വൈ വേണം, ദെൻ സിഗ്മ xy വേണം, സിഗ്മ x² വേണം, സിഗ്മ y² വേണം. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രത്യേകം എന്ത് ചെയ്യണം, കോളം വെച്ച് നമുക്ക് കണ്ടെത്താം. നോർമലി തന്ന ഡാറ്റാസ് അതേപോലെ എഴുതി എക്സ് എന്ന ഡാറ്റയും വൈ എന്ന ഡാറ്റയും എഴുതി കൊടുത്തു. ശേഷം നമ്മൾ അവരെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് സിഗ്മ xy എന്ന ഡാറ്റ കണ്ടെത്തി. ശേഷം എക്സിനെ മാത്രം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സിൽ വിരൽ വെച്ചിട്ട് വേണം എക്സിൻ്റെ സ്ക്വയർ നമ്മൾ കാണാൻ, മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ് നോക്കിയിട്ട് നമ്മൾ x² എഴുതി, വൈ നോക്കിയിട്ട് y² എഴുതി. അപ്പോൾ എല്ലാ ഡാറ്റകളും നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, എല്ലാത്തിൻ്റെയും ടോട്ടൽ കാണാം. ടോട്ടൽ കാണുമ്പോൾ അതായി സിഗ്മ എക്സ് കിട്ടി, സിഗ്മ വൈ കിട്ടി, സിഗ്മ xy കിട്ടി, ദെൻ സിഗ്മ x² കിട്ടി, എഗെയിൻ സിഗ്മ y² കിട്ടി. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഇക്വേഷൻ പ്രകാരമുള്ള എല്ലാ ഡാറ്റാസും നമ്മൾ കണ്ടെത്തി. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ എഴുതിയതിന് ശേഷം അതിലേക്ക് നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓർക്കുക മുകളിൽ 2 എണ്ണത്തിനെ കണക്ട് ചെയ്യാൻ മൈനസും താഴെ 2 എണ്ണത്തിനെ കണക്ട് ചെയ്യാൻ ഇൻറ്റുമാണ്. റൂട്ടിൻ്റെ അകത്ത് വരുന്നത് മൈനസുകളാണ്. ഓക്കെ, ശേഷം മുകളിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്തും n വരുന്നുണ്ട്, റൂട്ടിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്തും n വരുന്നുണ്ട്. ഇത് ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ വരുന്ന മിസ്റ്റേക്കൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അങ്ങനെ അത് പ്രകാരം നമ്മൾ അങ്ങനെ ചെയ്ത് അതിൻ്റെ ഡാറ്റാസ് ഫൈനൽ ആൻസർ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. നോക്കാം, അടുത്ത് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു എക്സ് ഡാറ്റയും വൈ ഡാറ്റയാണ്. എക്സ് ഡാറ്റയും വൈ ഡാറ്റയും തന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്, കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഡാറ്റ
വൈ ഡാറ്റയൊക്കെ എടുത്തെഴുതി ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം എക്സ് വൈ വേണം, എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ വേണം, എല്ലാവരെയും നമ്മൾ കണ്ടെത്തി. ശേഷം നമ്മൾ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ മാറാണ്ട് നമ്മൾ കറക്റ്റ് എന്നും അതുപോലെ തന്നെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഇടുമ്പോഴേ എക്സ് ഹോൾ സ്ക്വയർ വൈ ഹോൾ സ്ക്വയർ ഇടുമ്പോഴേ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ മുകളിൽ മൈനസ് ഇട്ട് അതേപോലെ തന്നെ താഴെ റൂട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി അറിയാതെ മൈനസ് ഇട്ട് പോകും. അവിടെ ശ്രദ്ധിക്കണം. റൂട്ടിൻ്റെ അകത്തേ മൈനസ് ഉള്ളും പുറത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു ആണ് വരുന്നത്. അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം മാക്സിമം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് കാൽ പിയേഴ്സും കോഎഫിഷ്യൻ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഡാറ്റ താഴെ കൊടുത്തിട്ടുണ്ട്. ഫാദറിൻ്റെ ഹൈറ്റും അതേപോലെ തന്നെ മകൻ്റെ ഹൈറ്റും എന്നുള്ള രൂപത്തിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ഒന്നും നോക്കണ്ട, നമ്മൾക്ക് തന്നിട്ടുള്ളത് എക്സും വൈ ആണെന്നത് നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ അതേപോലെ എന്ത് ചെയ്യണം, ഡാറ്റ കണ്ടെത്തണം. സംഖ്യ കുറച്ച് വലുതാണെങ്കിലും നമ്മൾ സെയിം കാര്യത്തെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നോർമലി ഈ 3 എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുള്ളെങ്കിൽ പോലും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുമ്പ് പഠിച്ചതൊക്കെ തന്നെയാണെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങൾ ഇക്വേഷനാണ് പ്രശ്നം. ചെയ്യാനൊക്കെ നിങ്ങൾക്കറിയാം. ഇക്വേഷൻ നിങ്ങൾ ചെയ്തു പോകുമ്പോൾ അറിയാതെ എന്നിടാൻ മറന്നു പോകും. മൈനസുള്ളടുത്ത് ഇൻറ്റു ആയി മാറും, ഇൻറ്റുള്ളടുത്ത് മൈനസ് ആയി മാറും. അറിയാതെ എപ്പോഴും പലർക്കും റൂട്ടിൻ്റെ അകത്ത് എന്ത് വരാൻ ചാൻസ് ഉണ്ട്, ഇൻറ്റു വരാൻ ചാൻസ് ഉണ്ട്, റൂട്ടിൻ്റെ പുറത്ത് മൈനസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കാം. കോറിലേഷൻ കോഎഫിഷ്യൻറ്റിലെ കാൽ പിയേഴ്സനുമായി ബന്ധപ്പെട്ട് നോക്കാം. മെറിറ്റ്സ് പറയുന്നത് ദിസ് മെത്തേഡ് ഈസ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഓൾജിബ്രിക് മെത്തേഡ്. ഓൾജിബ്രിക് മെത്തേഡിൽ ഏറ്റവും വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണെന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഗിവ്സ് എ ന്യൂമറിക്കൽ വാല്യൂ. ശരിയാണ്, നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ, അതായത് 2 ഡാറ്റാസിൻ്റെ റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ന്യൂമറിക്കൽ വാല്യൂവിലേക്ക് ചെന്നെത്തിപ്പെടാൻ പറ്റും. ഇറ്റ് ഗിവ്സ് ബോത്ത് ഡിറക്ഷൻ ആൻഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. അല്ലേ, നമുക്കിവിടെ കോറിലേഷൻ പ്രകാരം നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് ഇവരുടെ റിലേഷൻഷിപ്പ് പോകുന്നത്, ഏത് ഡയറക്ഷനിലാണ്, നെഗറ്റീവാണോ പോസിറ്റീവാണോ, അതുപോലെ എത്രത്തോളം ഡിഗ്രി റിലേഷൻഷിപ്പ് വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഈ ഒരു കോറിലേഷൻ മെത്തേഡിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫർദർ ഓൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്. നമ്മുടെ ഫ്യൂച്ചർ ഓൾജിബ്രിക് ട്രീറ്റ്മെൻറ്റിലേക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇറ്റ് ഗീവ്സ് എ സിംഗിൾ ഫിഗർ. നമുക്കിവിടെ ഒരു സിംഗിൾ ഫിഗറിലേക്ക് ചെന്നെത്തിപ്പെടുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വോയിസ് കേൾക്കാൻ ശ്രമിക്കുക. ഇനി അതിൽ വരുന്നത് ഡിമെറിറ്റ്സ് ആണ്. ഡിമെറിറ്റ്സ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം, ഇത് മെറിറ്റ് പറയുമ്പോഴും ഡിമെറിറ്റ് ഉണ്ടാവുമല്ലോ. ഇത് നമുക്കറിയാം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കമ്പ്യൂട്ട് ദി വാല്യൂസ്. വാല്യൂ കണ്ടെത്തുക എന്നുള്ള വെരി ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ആ വാല്യൂ നോക്കിയിട്ട് മനസ്സിലാക്കാൻ കുറച്ച് റിസ്ക് ആണെന്നാണ് പറയുന്നത്. അതായത് -1നും +1നും ഇടയിലാണെന്നൊക്കെയുള്ള ആ ഒരു കുറേ റൂളും കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്, അല്ലാത്ത പക്ഷം നമുക്ക് റിസ്ക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാൽ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. 2 രീതിയിലുണ്ടാവാം. ഡാറ്റ നേരിട്ട് തന്നിട്ടും അല്ലാണ്ട് ചെയ്യേണ്ടതല്ല ഇക്വേഷൻസിലേക്ക് നേരിട്ട് ചെന്നിട്ടും അതേപോലെ XY ഡാറ്റകൾ തന്നിട്ടുള്ള രീതിയും നമുക്ക് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത മെത്തേഡാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ്. റാങ്ക് കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, തന്ന ഡാറ്റകളെ നമ്മൾ റാങ്ക് ആക്കി തിരിച്ചിട്ട് റാങ്ക് ബേസിലാക്കിയിട്ടുള്ളതാണ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ റാങ്ക് കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ന്യൂമറിക്കൽ വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഡാറ്റകൾക്ക് അങ്ങനെയുള്ളവയ്ക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റാങ്ക് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിന്, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ബ്യൂട്ടി, അതുപോലെ തന്നെ പെർഫോമൻസ്, ഇൻ്റലിജൻസ്, ഹോണസ്റ്റി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കോറിലേഷൻ കാണിച്ചു കൊടുക്കണം. ഇയാളാണ് കൂടുതൽ എന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. പക്ഷേ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് കോറിലേഷൻ നടത്തണം. അതായത് നമ്മൾ ഒരു 2-3 വ്യക്തികളെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് പറയും ഇയാൾ എന്ത് ബ്യൂട്ടിയാണ് ഇയാളെ കാണാൻ. അപ്പോൾ നമ്മൾ എന്തോ അയാൾ നോക്കിയിട്ടാണ് ആ ബ്യൂട്ടി, അല്ലെങ്കിൽ ആളുടെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഇൻ്റലിജൻസിനനുസരിച്ചായിരിക്കും, എന്തൊക്കെ ആ ക്വാളിറ്റിയെ നോക്കിയിട്ട് നമ്മൾ റാങ്ക് കണക്കാക്കുകയാണ്. ആ മെത്തേഡാണ് ഏത്, റാങ്ക് കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സ്പിയർമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ക്യാപിറ്റൽ R എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. കോറിലേഷൻ സ്മോൾ r ആണ്, എങ്കിലും ചിലയിടത്തൊക്കെ സ്മോൾ r ഇവിടെ കാണപ്പെടാറുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇതിവിടെയും അതിൻ്റെ R വാല്യൂ എന്ന് പറയുന്നത് -1നും +1നും ഇടയിലാണ്. ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ, കോറിലേഷൻ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ ക്വാളിറ്റേറ്റീവ് വാല്യൂകളായിട്ടുള്ള ബ്യൂട്ടി, ഇൻ്റലിജൻസ്, ഹോണസ്റ്റി, ഹാൻസം അങ്ങനെ തൊട്ടിട്ടുള്ള ഒരുപാട് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിനെ
റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, വളരെ ചെറിയ ഇക്വേഷനാണ്. ആർ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യാണ് 1 സെൻട്രലാണ് വരുന്നത് കേട്ടോ. 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്നാണ് ഇതിൻ്റെ ഇക്വേഷൻ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. 1 എന്ന് പറയുന്നത് ലാസ്റ്റ് മാത്രമേ റിയൽ ചെയ്യുള്ളൂ. 6 സിഗ്മ ഡി സ്ക്വയർ, ഡി എന്നത് നമ്മൾ കണ്ടെത്തും, എന്നിട്ട് ഡിയുടെ സ്ക്വയർ കാണും. 6 അവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഡിവൈഡഡ് ബൈ n നമുക്ക് എല്ലാവർക്കും അറിയാം എണ്ണമാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആകെ ഇവിടെ കണ്ടെത്തേണ്ടത് ഡി മാത്രമാണ്. എന്നിട്ട് ഡി സ്ക്വയർ കാണും. ഡി എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ ഇക്വേഷൻ നോക്കി. r = 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 2-3 മെത്തേഡിലുണ്ട്. ആ 3 മെത്തേഡിൽ ഏത് മെത്തേഡാണ് നമുക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 3 മെത്തേഡും എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി ഇക്വേഷൻ എഴുതി പഠിക്കുക. അതിൻ്റെ ഓരോ മെത്തേഡ് പഠിക്കുമ്പോഴും അതിൻ്റെ ക്ലൂസും നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള വഴികളും അതേപോലെ തന്നെ നമ്മൾ അവിടെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യാൻ കൺക്ലൂഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റിലേക്ക് പോവാം. ഈ ഒരു റാങ്ക് കോറിലേഷൻ മെത്തേഡിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ആണ് പറയുന്നത്. മെറിറ്റ് പറയുന്നത് ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, പറയണ്ട. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് എനി ടൈപ്പ് ഓഫ് ഡാറ്റ. ഏത് തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ആയാലും ക്വാണ്ടിറ്റേറ്റീവ് ആയാലും ഒക്കെ സ്യൂട്ടാണ്. നേരത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സിന് മാത്രമായിരുന്നു സ്യൂട്ടെങ്കിൽ ഇവിടെ ക്വാളിറ്റേറ്റീവിന് സ്യൂട്ടാണ്. ഇത് സ്റ്റഡിങ് ദി കോറിലേഷൻ ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അല്ലേ, നമ്മൾ പറഞ്ഞു ക്വാളിറ്റേറ്റീവ് ഡാറ്റകളുടെ റിലേഷൻഷിപ്പിനെ സ്റ്റഡി ചെയ്യാൻ ഇവിടെ സാധ്യമാകും. പിന്നെ r = ആണെങ്കിൽ പെർഫെക്റ്റ് അഗ്രിമെൻ്റ് എന്നാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. r - ആണ് നിങ്ങൾ പെർഫെക്റ്റ് ഡിസ്അഗ്രിമെൻ്റ് എന്ന രീതിയിലേക്ക്. അപ്പോൾ റാങ്ക് കോറിലേഷൻ +1 ആണ് കിട്ടുന്നതെങ്കിൽ, പോസിറ്റീവ് 1 ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളതിന് പെർഫെക്റ്റ് അഗ്രിമെൻ്റ് ആയി കൺക്ലൂഡ് ചെയ്യും. റാങ്ക് കോറിലേഷൻ -1 ആണെങ്കിൽ പെർഫെക്റ്റ് ഡിസ്അഗ്രിമെൻ്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, ദെൻ ഡിമെറിറ്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൺലി ആൻഡ് പ്രൊപ്പോസണൽഡ് മെഷർ നോട്ട് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ. ഇവിടെ കാൽക്കുലേഷൻ ഒന്നുമില്ല. നമ്മൾ ഏകദേശം അസ്യൂം ചെയ്ത് നമ്മൾ എന്ത് പറയുകയാണ്, അത് ഇങ്ങനെയാണ്, ഇതിൽ ബെറ്റർ ആരാ ഇയാളാ, ആ ക്വാളിറ്റി നോക്കിയിട്ട് നമ്മളവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സാംഘികമായിട്ടൊരു അവസാനം അവിടെ വരുന്നില്ല. ദെൻ ഇറ്റ് ഈസ് നോട്ട് കൺവീനിയൻറ്റ് ലാർജ് നമ്പർ ഓഫ് പെയേഴ്സ്. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള 2 വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരുപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് ഈ പറയുന്ന തരത്തിലുള്ള ക്വാളിറ്റിയെ കണ്ടെത്താൻ റിസ്ക്കാണ്. സംഖ്യയാണെങ്കിൽ സുഖമാണ്, ടോപ്പ് അല്ലെങ്കിൽ ഹയസ്റ്റ് വാല്യൂ എടുത്താൽ മതി. പക്ഷേ ഈ ക്വാളിറ്റിയെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വളരെ റിസ്ക്കാണ്. അപ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് ഉണ്ടായിരിക്കണം ഒരു മിനിമൈസ് ലെവലായാലേ പറ്റുള്ളൂ, ലാർജ് ലെവലിൽ പറ്റില്ല എന്ന് പറയണു. ദെൻ ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇവിടെ സാധ്യമല്ല. കാരണം നമുക്കിവിടെ സാംഘികമായിട്ടുള്ളൊരു കൺക്ലൂഷൻ അല്ല, നമ്മളിവിടെ ഒരു കൺഫോർമേഷനിലേക്കാണ് എത്തുന്നത്. ഹൂ ഈസ് ദി ബെസ്റ്റ് റിലേഷൻ നിൽക്കുന്ന രൂപത്തിൽ കേട്ടോ. അപ്പോൾ ഒരു ആവറേജ് റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. എത്ര ഡിഗ്രി അളവിലാണ് ഇവിടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്, എത്ര ഫോഴ്സിലാണ് ഇവരുടെ റിലേഷൻഷിപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന റാങ്ക് കോറിലേഷൻ മെത്തേഡ്. അതായത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള 2 വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനുള്ള മെത്തേഡിനെ കുറിച്ച് പറയുന്നത്. ഇനി